അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിന്റെ 12ാം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മികച്ച കർഷകരെ ആദരിക്കലും കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ടി.ജെ. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ. നിർവഹിച്ചു. ഉയർച്ചയിലേക്കുള്ള പാതയിൽ ഉയർച്ചയിലേക്ക് ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന സാധാരണക്കാരായ കർഷകർക്ക്, തൊഴിലാളികൾക്ക് ഒക്കെ ആശ്രയമായിട്ട് ലാഭത്തേക്കാൾ ഉപരി ഒരു ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചു. 6000-ത്തിലധികം രോഗികളെയാണ് അന്ന് ബാങ്കിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വർഷക്കാലം അതിൻ്റെ തുടർ ചികിത്സകളും അത്തരം പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് സാധാരണക്കാരന് താങ്ങായിട്ട് നല്ലതായിട്ട് ബാങ്ക് പ്രവർത്തിച്ചത്. ബാങ്ക് പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ ടി.എം. നാസർ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി, അതുപോലെ തന്നെ കുന്നത്തുനാട് നിയോജകമണ്ഡലം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിക്കുന്ന ചടങ്ങ് നേരത്തെ നിശ്ചയിച്ചൊരു സമയം മാറ്റിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാതെ പോയത്. ബഹുമാനപ്പെട്ട എം.പിയുടെ നിർദ്ദേശവും ഞങ്ങളുടെ അപേക്ഷയും പരിഗണിച്ചാണ് ബഹുമാനപ്പെട്ട എം.എൽ.എ. പരിപാടി പങ്കെടുക്കാൻ എത്തിച്ചേർക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിനും ഭരണസമിതിക്കും നമ്മുടെ അംഗങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ആദ്യമായിട്ടാണ് കാർഷിക വികസന ബാങ്കിൻ്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട എം.എൽ.എ. അല്ലേ പങ്കെടുക്കുന്നത്. അത് അദ്ദേഹത്തിനും പരിപാടി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ പരിപാടി എത്തിയിട്ടില്ല. അത് കൊയ്യയിലെ ബ്രാഞ്ച് തുടങ്ങുന്ന ആ പരിപാടികൾ, ആ ചടങ്ങിലാണ് സനീഷ് കുമാർ എം.എൽ.എയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തെ നമ്മൾ കാത്തിരുന്ന ഈ പരിപാടി. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളുമായിട്ട് ഈ പരിപാടി പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന് കിട്ടിയൊരു അവസരം ഞങ്ങളുടെ ഭാഗ്യമായിട്ട് അത് കാണുന്നു. മികച്ച ക്ഷീര കർഷകൻ, സമ്മിശ്ര കർഷകൻ, നല്ല കച്ചവട സംരംഭകൻ എന്നിവരെ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് റീജിയണൽ മാനേജർ ആർ. രാജേഷ് ആദരിച്ചു. എല്ലാവർക്കും ക്യാഷ് അവാർഡ്, മൊമന്റോയും പൊന്നാടയും നൽകി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാങ്കിന്റെ പേര് അനർത്ഥമാക്കുന്നത് പോലെ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷകർക്കും മറ്റ് കർഷകർക്കും പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകുന്ന രീതിയിൽ നിരവധി പരിപാടികൾ, സെമിനാറുകൾ, പഠന ക്ലാസുകൾ, കാർഷിക ടൂറുകൾ, മേളകൾ ഉൾപ്പെടെ നടത്തുകയുണ്ടായി. ഈ ഓണത്തിനടക്കം ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ മുന്നിൽ നിർത്തി 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക വിപണന മേള ജനശ്രദ്ധ ആകർഷിച്ച പരിപാടിയായിരുന്നു. ഇത് മറ്റു കാർഷിക വികസന ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും മാതൃകാപരമായ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് നടത്തുന്നതെന്ന് ഭരണസമിതിയെയും ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുവെന്നും എം.എൽ.എ. പറഞ്ഞു. കർഷകർക്ക് പലിശ കുറഞ്ഞ വായ്പകൾ നൽകിയും കർഷകർക്ക് കൃഷി നടത്തുവാനുള്ള വായ്പാ വിതരണവും നടത്തുന്ന ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയും ഉദ്ഘാടന പ്രസംഗത്തിൽ എം.എൽ.എ. ശ്ലാഘിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സ്വാഗതവും സെക്രട്ടറി എൻ.ജി. മിനി നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ സി.ജി. ചെന്താമരാക്ഷൻ, സി.സി. ബാബുരാജ്, പി.കെ. ഷംസുദ്ദീൻ, പി.പി. ജോൺ, എ.പി. രാധാകൃഷ്ണൻ, പി.പി. ഷാജി, വക്കച്ചൻ അമ്പുക്കൻ, എം.യു. ഉമറുൽ ഫാറൂഖ്, സുനിത വിക്രമൻ, സി.ബി. ജയലക്ഷ്മി, സുബൈദ ബാബു, മുൻ സെക്രട്ടറി കെ.കെ. ഷൌക്കത്ത് അലി, സീനിയർ സൂപ്പർവൈസർ പി.ഡി. ദിനേശ് എന്നിവർ സംസാരിച്ചു.